ഹെയ്ഡി ഭാഗം 3. പിന്നീട് തണുപ്പ് കൂടിക്കൂടി വന്നു. അതോടെ പീറ്ററോടൊത്ത് പോകുന്ന പരിപാടി നിർത്തേണ്ടി വന്നു. അവൾ അസ്വസ്ഥയായി. പീറ്ററിൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുവാൻ വീണ്ടും അപ്പൂപ്പനോട് അവൾ അഭ്യർത്ഥിച്ചു. മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നതിനാൽ അപ്പൂപ്പൻ അതിന് സമ്മതിച്ചില്ല. ഒടുവിൽ അവളുടെ നിരന്തരമായ ശല്യം കാരണം കൊണ്ടുപോകാമെന്ന് അയാൾ ഏറ്റു. അവളെ അയാൾ ഒരു തെന്നുന്ന വണ്ടിയിൽ എടുത്തു വച്ചു. മലഞ്ചെരുവിലൂടെ തെന്നുവണ്ടി അതിവേഗത്തിൽ പാഞ്ഞതിനാൽ വായുവിലൂടെ തങ്ങൾ കിളികളെപ്പോലെ പറക്കുകയാണ് എന്നാണ് അവൾക്ക് തോന്നിയത്. അവർ പീറ്ററിൻ്റെ കുടിലിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. കുടിലിൻ്റെ ഒരു മൂലയ്ക്ക് അന്ധയായ വൃദ്ധ തുന്നൽ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അത് പീറ്ററിൻ്റെ അമ്മുമ്മയായിരുന്നു. അവൾക്ക് അവിടം നന്നേ രസിച്ചു. ഒടുവിൽ അവൾക്ക് തിരികെ പോകാൻ സമയമായി. സന്ധ്യയായപ്പോൾ അവളെ കൂട്ടിക്കൊണ്ടു പോകാനായി അപ്പൂപ്പൻ എത്തി. പീറ്ററിൻ്റെ അമ്മുമ്മയുടെ മുറിയുടെ വാതിലിൽ ഒന്ന് ഇളകിയിരുന്നതുകൊണ്ട് അത് നന്നാക്കി കൊടുക്കാനായി അവൾ അപ്പൂപ്പനോട് അപേക്ഷിച്ചു. പിറ്റേന്ന് വീണ്ടും അപ്പൂപ്പനും ഹെയ്ഡിയും പീറ്ററിൻ്റെ വീട്ടിലെത്തി. അപ്പൂപ്പൻ വാതിൽ നന്നാക്കി കൊടുത്തു. കൂടാതെ കുടിലിൻ്റെ ഒരു ഭാഗവും. പീറ്ററിൻ്റെ അമ്മയ്ക്കും അമ്മുമ്മയ്ക്കും അത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. കാരണം അയാളൊരു പരുക്കനായ മനുഷ്യനാണെന്നായിരുന്നുവല്ലോ എല്ലാവരുടെയും ധാരണ. പെട്ടെന്ന് തന്നെ ഹേമന്തം കഴിഞ്ഞു പോയി. വേനൽ വന്നു. വീണ്ടും ഹേമന്തം വന്നു. അതും കഴിയാറായി. അങ്ങനെ ഹെയ്ഡിക്ക് 8 വയസ്സായി. ഒരു ദിവസം ഗ്രാമത്തിലെ പാസ്റ്റർ അവിടേക്ക് വന്നു. ഹെയ്ഡിയെ സ്കൂളിലേക്ക് വിടണമെന്ന് പറയാനാണ് അദ്ദേഹം വന്നത്. കേട്ട പാതി അപ്പൂപ്പൻ അതിനെ എതിർത്തു. തണുപ്പ് കാലത്ത് ഈ കൊച്ചു കുഞ്ഞിന് മൈലുകൾ താണ്ടി പഠിക്കാൻ പോകാൻ എങ്ങനെ കഴിയും? അവൾക്ക് ഈ കാലാവസ്ഥ താങ്ങാൻ കഴിയില്ല. അവളുടെ അമ്മയെപ്പോലെ കഠിനാധ്വാനം മൂലം അവൾക്കും സുഖമില്ലാതാകും. അപ്പൂപ്പൻ തർക്കിച്ചു. അതോടെ പാസ്റ്റർ മടങ്ങിപ്പോയി. പിറ്റേന്നവർ അത്താഴത്തിനിരിക്കുമ്പോൾ ഡെറ്റി ആൻറ്റി വന്നു. അപ്പൂപ്പൻ അനിഷ്ടത്തോടെയാണ് അവരെ അടിമുടി നോക്കിയത്. ഫ്രാങ്ക്ഫർട്ടിലെ ധനികനായ ഒരാളുടെ രോഗിയായ മകൾക്ക് കൂട്ടായി ഹെയ്ഡിയെ കൊണ്ടുപോകാനായിട്ടാണ് അവർ വന്നത്. അത് കേൾക്കെ അമ്മാവൻ്റെ കണ്ണുകൾ കോപം കൊണ്ട് കത്തി. ഹെയ്ഡിക്കും ആകെ സംശയമായിരുന്നു. പക്ഷേ ഡെറ്റി ആൻറ്റി അവളെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി. അങ്ങനെ അവരിരുവരും അപ്പൂപ്പൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. ഫ്രാങ്ക്ഫർട്ടിൽ എത്തിയപ്പോൾ ഡെറ്റി ഹെയ്ഡിയെ മിസ്റ്റർ സെസ്മാൻ എന്ന ധനികൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അയാൾക്ക് ക്ലാര എന്നു പേരുള്ള മുടന്തിയായ ഒരു മകളുണ്ടായിരുന്നു. വീൽ ചെയർ ആയിരുന്നു ക്ലാരയുടെ ആശ്രയം. ഡെറ്റി സെബാസ്റ്റ്യൻ എന്ന ബട്ട്ലറെയും ക്ലാരയെയും റോട്ടൻ മെയർ എന്ന ഹൗസ് കീപ്പറെയും ഹെയ്ഡിക്ക് പരിചയപ്പെടുത്തി. മിസ്സിസ് റോട്ടർ മെയർ ഹെയ്ഡിയെ അവളുടെ മാമോദീസ പേരായ അഡ്ലെയ്ഡ് എന്ന് മാത്രമാണ് വിളിച്ചത്. ക്ലാര വളരെ നല്ലവളായി ഹെയ്ഡിക്ക് തോന്നി. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും നല്ല കൂട്ടായി. മിസ്സിസ് റോട്ട് മെയർ ഹെയ്ഡിയെ സാമാന്യമായ പെരുമാറ്റ നിയമങ്ങളും പാഠങ്ങളും പഠിപ്പിച്ചു. ഹെയ്ഡി അവൾക്ക് കഴിക്കാൻ കിട്ടിയ മൃദുവായ ബ്രെഡ് റോളുകളെല്ലാം പീറ്ററിൻ്റെ അമ്മുമ്മയ്ക്കായി ഒളിച്ചു വെക്കുന്നത് ഒരു ശീലമാക്കി. ക്ലാരയോടൊപ്പം വീട്ടിൽ നടക്കുന്ന ട്യൂഷൻ ക്ലാസ്സുകളിൽ അവൾ പോയി തുടങ്ങി. ക്ലാരയെ ഇഷ്ടമായിരുന്നുവെങ്കിലും കൂട്ടിലടച്ച ഒരു കിളിയുടെ അവസ്ഥയായിരുന്നു ഹെയ്ഡിക്ക്. മലമടക്കുകളിലേക്ക് മടങ്ങാൻ അവൾക്ക് കൊതിയായി. ഗ്രഹാതുരത്വം അവളെ പൊതിഞ്ഞു. ഒരു ദിവസം ട്യൂഷൻ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പുറത്തു നിന്നും മധുരമായ ഒരു ശബ്ദം ഹെയ്ഡി കേട്ടു. അത് ഫിർ മരങ്ങൾ കാറ്റിൽ ഉലയുമ്പോഴുള്ള ശബ്ദം പോലെയാണ് അവൾക്ക് തോന്നിയത്. ആവേശഭരിതയായ അവൾക്ക് ഇളം കാറ്റ് തൻ്റെ മുഖത്ത് തലോടുന്ന സുഖം അനുഭവിക്കണമെന്ന് തോന്നി. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പേ അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റതോടെ മേശപ്പുറത്തിരുന്ന മഷിയും പേപ്പറുകളും പരവതാനിയിലേക്ക് വീണു ചിതറി. ആകെ കുളമായി. കോലാഹലം കേട്ട് മിസ്സിസ് റോട്ടർ മെയർ കടന്നു വന്നു. അവിടെ കണ്ട വൃത്തികേട് അവരെ ഞെട്ടിച്ചു. അവർ ഹെയ്ഡിക്ക് ശക്തമായി താക്കീത് നൽകി. ഇത് നിങ്ങളുടെ മലനിരകളിലെ കാറ്റിൻ്റെ ശബ്ദമല്ല, ചരക്കുവണ്ടി ചലിക്കുന്ന ശബ്ദമാണ് പുറത്തു കേൾക്കുന്നത്. നിനക്ക് ഇതിനുള്ള ശിക്ഷ തരികയാണ്. ഇനി നിന്നെ വിളിക്കുന്നതുവരെ നിന്റെ മുറിയിൽ പോയിരുന്നോണം.
ഹെയ്ഡി മുറിയിലേക്ക് പോയി. അവിടെ ഏകയായി ഇരിക്കുമ്പോൾ സെബാസ്റ്റ്യൻ അവൾക്കരികിലേക്ക് വരുന്നത് കണ്ടു. ഈ താഴ്വര മുഴുവനും ഒരു മിന്നായം പോലെയെങ്കിലും കാണാൻ കഴിഞ്ഞെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, അവൾ ഖേദത്തോടെ സെബാസ്റ്റ്യനോട് പറഞ്ഞു. ടവറിൻ്റെ ഏറ്റവും മുകളിൽ കയറാൻ കഴിഞ്ഞാൽ ഈ താഴ്വര മുഴുവൻ നിനക്ക് കാണാൻ കഴിയും, സെബാസ്റ്റ്യൻ പറഞ്ഞു. ഹെയ്ഡിയുടെ അവസ്ഥ കണ്ട് ക്ലാരയ്ക്ക് സഹതാപം തോന്നി. ഹെയ്ഡി ഫ്രാങ്ക്ഫർട്ട് എന്ന പട്ടണത്തിന് നിശ്ചയമായും ചേരുന്നവളല്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. ടവറിന് മുകളിൽ കയറി താഴ്വര മുഴുവനും കാണാൻ തന്നെ ഹെയ്ഡി തീരുമാനിച്ചു. ടവർ വളരെ അടുത്തു തന്നെയാണെന്ന് അവൾ സങ്കല്പിച്ചു. പക്ഷേ തെരുവിലൂടെ ഓടുമ്പോൾ ടവർ കാണാനേ കഴിഞ്ഞില്ല. അതുപോലും കണ്ണെത്താ ദൂരത്ത് നഷ്ടമായതുപോലെ അവൾക്ക് തോന്നി. പെട്ടെന്ന് തെരുവോരത്ത് ഒരു കയ്യിൽ ആമയും പുറത്തൊരു ഓർഗനുമായി ഒരു പയ്യൻ നിൽക്കുന്നത് അവൾ കണ്ടു. അവൾ അവൻ്റെ സഹായം തേടി. അവന് പകരം പണം വേണമെന്ന് അവൻ അവളോട് പറഞ്ഞു. ക്ലാര അവന് വേണ്ട പണം നൽകുമെന്ന് അവൾ ഉറപ്പു നൽകി. അതുകൊണ്ട് അവൻ അവളെ ടവറിനടുത്ത് വരെ എത്തിച്ചു. അവിടെയുള്ള വൃദ്ധൻ്റെ സഹായത്തോടെ ഹെയ്ഡി ടവറിൻ്റെ മുകളിലേക്കുള്ള ഇടുങ്ങിയ പടവുകൾ കയറി തുടങ്ങി. മുകളിലെത്തിയപ്പോൾ വൃദ്ധൻ അവളെ പൊക്കിയെടുത്ത് തുറന്ന ജാലകത്തിലൂടെ അവൾക്ക് കാണേണ്ട കാഴ്ചകൾ കാണിച്ചു കൊടുത്തു. പക്ഷേ ഉള്ളിൽ ചിന്തിച്ചതൊന്നുമല്ല അവൾക്ക് കാണാനായത്. തുടർന്നയാൾ അവളെ താഴെ നിർത്തി. പിന്നീട് അവർ ഇരുവരും ഇടുങ്ങിയ പടവുകൾ ഇറങ്ങാൻ തുടങ്ങി. മടക്കയാത്രയിൽ വൃദ്ധൻ്റെ കയ്യിൽ നിന്ന് 2 പൂച്ചക്കുട്ടികളെ കൂടി അവൾ എടുത്തു. എന്നിട്ട് ഒരെണ്ണത്തിനെ വലത്തെ പോക്കറ്റിൽ വച്ചു. മടങ്ങി വന്നപ്പോൾ പയ്യൻ അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ സഹായത്തോടെ അവൾ വീട്ടിൽ തിരിച്ചെത്തി. മിസ്സിസ് റോട്ടർ മേയർ ആകെ പേ പിടിച്ച് നിൽക്കുകയായിരുന്നു. അവർ അവളോട് ചോദിച്ചു, ഹെയ്ഡി, നീ എവിടെ പോയിരുന്നു? ആരോടും പറയാതെ നീ പുറത്തു പോയി അല്ലേ? ഇത്തരം സ്വഭാവങ്ങളൊന്നും ഞാൻ വെച്ച് പൊറപ്പിക്കുകയില്ല. പൂച്ചക്കുട്ടികളെ കൂടി കണ്ടതോടെ അവർക്ക് ഹാലിളകി. സെബാസ്റ്റ്യനോട് ആ ഭീകര സാധനങ്ങളെ പുറത്തു കൊണ്ടുപോയി കളയാൻ അവർ ആജ്ഞാപിച്ചു. എന്നാൽ ക്ലാരയാകട്ടെ പൂച്ചക്കുട്ടികൾക്ക് വേണ്ടി ഒരു കിടക്ക തയ്യാറാക്കാൻ സെബാസ്റ്റ്യനോട് നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അടുത്ത പ്രഭാതത്തിൽ കീറിപ്പറഞ്ഞ ഉടുപ്പുകൾ ഇട്ട ഒരു കൊച്ചു പയ്യൻ അകത്ത് വന്ന് ക്ലാരയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അവൻ ഹെയ്ഡിയെയാണ് അന്വേഷിക്കുന്നതെന്ന് സെബാസ്റ്റ്യന് മനസ്സിലായെങ്കിലും സെബാസ്റ്റ്യൻ അവനെ ക്ലാരക്കരികിലേക്ക് കൊണ്ടുപോയി. അയാളുടെ നിർദ്ദേശമനുസരിച്ച് പയ്യൻ പെട്ടെന്ന് തന്നെ ഓർഗൻ വായിക്കാൻ തുടങ്ങി.